പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലുമായി തുടരുന്ന ഇറാൻ യുദ്ധം എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുകയാണെന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായും കൈവിട്ടു പോയിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആശങ്ക പങ്കുവച്ചത്. യുദ്ധം തുടങ്ങി 3 ആഴ്ച പിന്നിടുമ്പോൾ വ്യാപകമായ മാനുഷിക ദുരന്തങ്ങൾക്കും അതിരൂക്ഷമായ ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കുമാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന സാധാരണക്കാരുടെ മരണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കണക്കിലെടുത്ത് അമേരിക്കയും ഇസ്രായേലും അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണം. സംഘർഷത്തിൽ നേരിട്ട് പങ്കില്ലാത്ത ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാനും അവസാനിപ്പിക്കണമെന്നും UN തലവൻ അഭ്യർത്ഥിച്ചു. യുദ്ധം സൃഷ്ടിക്കുന്ന ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 25%, ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 20%, രാസവളത്തിന്റെ 30% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഗാസയിലെ സമാനമായ ഒരു ദുരന്തം ലെബനനിൽ ആവർത്തിക്കാൻ പാടില്ലെന്നും അദ്ദേഹം ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ചർച്ചകൾ ഏകോപിപ്പിക്കുന്നതിനുമായി ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ അർണോൾട്ടിനെ UN-ന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചതായും ഗുട്ടറസ് പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 28-ന് ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ അന്നത്തെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെ 1300-ലധികം ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായാണ് US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കും നേരെ ഇറാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടലുമായി UN രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.